നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ എനർജി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ തരിക്കഞ്ഞിയാന്നൊക്കെ വിചാരിക്കും. തരിക്കഞ്ഞിയൊന്നുമല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. കുറേ പേർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ്. കുട്ടികൾ വണ്ണം വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു 1/2 കപ്പ് ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബദാമിനെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിതിനെ കുറച്ച് സമയം സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. ഒന്ന് അടച്ചിട്ട് വെക്കുക. അപ്പോഴേക്കും അതിൻ്റെ തോലൊക്കെ വിട്ടുപോരും. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും അതിൻ്റെ തോലൊക്കെ വിട്ടുപോകും. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ എടുത്തു. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ തോലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കളഞ്ഞിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം. അതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ തൊലി കളഞ്ഞ ബദാം എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 8-9 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇതിന് കുറച്ചൊരു തിക്നെസ് ഒക്കെ വരുള്ളൂ. ഇനി നമുക്ക് ഇതിനെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് എടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് അതെല്ലാം പൊടിഞ്ഞിട്ടൊന്ന് കിട്ടും. ഇനി നമുക്കിതിനെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിനെ നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടും. തരിയൊക്കെ മാക്സിമം ഇല്ലാണ്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ കിട്ടണം കേട്ടോ. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് പാല് വേണം നമുക്ക്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലിലാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ്, ഒരു കപ്പ് 250 ml അല്ലേ, അപ്പോൾ 2 കപ്പ് ഒഴിച്ചു, അതായത് 500 ml പാല്. എന്നിട്ട് നമ്മൾ ആ പാലിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ച് വെച്ച ആ ഒരു കൂട്ടില്ലേ, അണ്ടിപ്പരിപ്പും ബദാമും കൂടെ അരച്ച് വെച്ചത്, അത് നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ അരച്ച് വെച്ചതൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓരോരുത്തരും മധുരം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 കപ്പ് കംപ്ലീറ്റ് എടുത്തിട്ടില്ല. 1/2 കപ്പിൻ്റെ ഒരു 1/4 ഭാഗം പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. അതേപോലെ തന്നെ നമ്മളിത് എത്രമാത്രം ലൂസാക്കുന്നു എന്നുള്ളതിനും അനുസരിച്ചാണ് പഞ്ചസാര ചേർക്കേണ്ടത്. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചേർത്തല്ലേ, അതുകൊണ്ട്. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അതിൻ്റെ ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു ആദ്യം തന്നെ. എന്നിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്യാം. അപ്പോൾ ഏലക്കപ്പൊടി തന്നെ ചേർക്കണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഏലക്ക ചതച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാണെങ്കിൽ വേണമെങ്കിൽ നമുക്കതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാം. ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് പൊടി ചേർത്തത്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് എന്തായാലും ചേർക്കണം കേട്ടോ. നമ്മൾ തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർത്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇതിലും ഉപ്പ് ചേർത്തില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്ന കാര്യം മറക്കരുത്. കുറച്ച് ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ളു മതി. അപ്പോൾ അതും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളൊക്കെ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ നെയ്യും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. കാരണം നമ്മൾ ഇതിന് വറവിടുന്ന ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നാൽ നല്ലൊരു ടേസ്റ്റി ഫ്ലേവർ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നെയ്യ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ ചേർക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. കാരണം കുട്ടികൾ നല്ല ഹെൽത്തി ആയ സാധനമല്ലേ, അണ്ടിപ്പരിപ്പും ബദാമും പാലും അങ്ങനത്തെയൊക്കെയല്ലേ കംപ്ലീറ്റ് ഉണ്ടത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് സമയം കൂടെ ഒന്നിങ്ങനെ തിളപ്പിക്കുക, ചെറിയ ചൂടിലിട്ടിട്ട് കേട്ടോ. അതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കുങ്കുമം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് കുങ്കുമം ചേർക്കാത്തത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവിടാണ്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചേർത്താൽ ഒന്നുകൂടെ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ചൂടോടെയും കുടിക്കാം, തണുപ്പിച്ചും കുടിക്കാം. ഇനി കുറച്ചുകൂടെ ലൂസാക്കണം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്.